കർത്താവിന് എന്നെക്കൊണ്ട് ആവശ്യമുണ്ട്. ഒന്ന് പറഞ്ഞേ, കർത്താവിന് എന്നെക്കൊണ്ട് ആവശ്യമുണ്ട്. മോർണിംഗ് മന്നായിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഈ പ്രഭാതത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള പരിശുദ്ധാത്മ പ്രേരിതമായ ദൈവശബ്ദം, നമ്മളെ ആർക്കും ആവശ്യമില്ലെങ്കിലും കർത്താവിന് നമ്മളെ ആവശ്യമുണ്ട്. ഞാൻ പറയാൻ പോകുന്ന ദൈവവചന ഭാഗം ലൂക്കോസിന് സുവിശേഷം 19-ാമത്തെ അധ്യായം 33-34 വാക്യങ്ങളാണ്. കഴുതക്കുട്ടി അഴിക്കുമ്പോൾ അതിൻ്റെ ഉടയവർ കഴുതക്കുട്ടി അഴിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചതിന് കർത്താവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് അവർ പറഞ്ഞു. നോക്കിയേ, ഈ കഴുതക്കുട്ടി എന്ത് ചെയ്തേക്കുവാ? കെട്ടിയിട്ടേക്കുക. ആരെങ്കിലും കഴുതയെ കെട്ടിയിടുമോ? ഇല്ല, കെട്ടിയിടത്തില്ല. എന്തിനു വേണ്ടി അവർ കെട്ടിയിട്ടേക്കുന്നത്? ആരും ഇതിനെ അഴിക്കല്ലേ. ആമേൻ. ഇത് ചലിക്കരുത്, ഇത് അനങ്ങരുത്, ഇത് സ്വതന്ത്രമായിട്ട് നടക്കരുത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയുള്ള അനുഭവത്തിലൂടെയാണോ നിങ്ങൾ കടന്നു പോകുന്നത്? ഇന്ന് രാവിലെ പരിശുദ്ധാത്മ നിങ്ങളോട് പറയുന്ന ദൈവശബ്ദത്തെ ആഴമായിട്ട് റിസീവ് ചെയ്താട്ട്. നിങ്ങളെ കാണുന്നൊരു കർത്താവുണ്ട്, നിങ്ങളെ അറിയുന്നൊരു കർത്താവുണ്ട്. നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ അടുത്തേക്ക് ചിലരെ കർത്താവ് അയക്കാൻ പോവാം. വചനം ആദ്യം അയക്കും. അതാ ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ചെയ്യുന്നത്. 2, ആ വചനത്തോടൊപ്പം ആ വിടുതലിൻ്റെ പ്രവൃത്തിയെ കർത്താവ് അയക്കും. ഇന്ന് വരെ നടക്കാത്ത ഒരു ദൈവപ്രവൃത്തിക്കായിട്ട് നിങ്ങൾ റെഡി ആയിക്കോ. ചില പുറപ്പാടുകൾ ദൈവം നിങ്ങൾക്ക് തരും. ആമേ. ചില കെട്ടുകൾ പൊട്ടിച്ചിട്ടാണെങ്കിലും, ചില മിസ്രീമ്യ ഭവനങ്ങളിൽ ദൈവത്തിൻ്റെ ന്യായവിധി അയച്ചിട്ടാണെങ്കിലും, നിന്നെ ഒതുക്കാൻ നോക്കുന്ന, നിന്നെ ഒതുക്കി തകർത്ത് തളർത്തി കിടത്താൻ നോക്കുന്ന ചില കുറ്റികളിൽ നിന്ന് നിന്നെ അഴിച്ച് പുറത്ത് ദൈവം കൊണ്ടുവരും. ആമേ. ഇവർ വന്ന് ശിഷ്യന്മാർ വന്ന് അഴിക്കുമ്പോൾ ഓടി വരുക. എന്തിനഴിക്കുന്നത്? യഥാർത്ഥത്തിൽ ഇവരതിനെ പ്രയോജനപ്പെടുത്തുന്നുണ്ടോ? ഇല്ല, ഇവരതിനെ ബന്ധിച്ചിട്ടേക്കുക, കെട്ടിയിട്ടേക്കുക. ആമേൻ. പ്രിയ ദൈവപൈതലേ, നിന്റെ ബന്ധനം അഴിക്കുന്നത് മനുഷ്യരാരുമല്ല കേട്ടോ, കർത്താവാ. ആ ശിഷ്യന്മാരാ വന്നതെങ്കിലും അയച്ച വചനമാ വന്നത്. കർത്താവിന് ഇതിനെ ആവശ്യമുണ്ട് കേട്ടോ. ഉടനെ തന്നെ പറഞ്ഞു വിടുക. വിശ്വസിക്കുക, കർത്താവിന് നിന്നെ ആവശ്യമുണ്ട്. ബന്ധിച്ചവർ തന്നെ ഹല്ലേലൂയ കർത്താവെന്ന് കേൾക്കുമ്പോൾ തന്നെ ഭയപ്പെട്ട് മാറാൻ പോവാ. ആമേൻ. നീ രാജാതി രാജാവിന് കയറാനുള്ള വാഹനമൃഗമാണ്. നീ രാജാതി രാജാവിന് കയറാൻ വേണ്ടിയുള്ള വ്യക്തിത്വമാണ്. ഹല്ലേലൂയ. നിന്റെ പേര് പുസ്തകത്തിനകത്തുണ്ട്. അതുകൊണ്ടാണ് ആ പ്രതികൂലങ്ങൾ നിന്റെ ജീവിതത്തിൽ കടന്നു വന്നത്. വാഗ്ദത്തത്തിൻ്റെ സമയമായി. ചില ദൈവപ്രവൃത്തിയുടെ സമയം നിന്റെ ജീവിതത്തിൽ അടുത്ത് വന്നിരിക്കുകയാണ്. അത് വേഗത്തിൽ സംഭവിക്കുക തന്നെ ചെയ്യും. വേഗത്തിൽ അത് സംഭവിക്കും. തൻ്റെ നാമ മഹത്വത്തിനായിട്ട് അത് സംഭവിക്കും കേട്ടോ. അല്പം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യും. അഴിക്കും. അഴിച്ച് വീതിയിലൂടെ നടത്തും. ചില വസ്ത്രങ്ങൾ ആമേൻ വഴിയിൽ വിരിക്കും. കൊമ്പുകൾ വെട്ടി ഇടും. ആമേൻ. ദൈവപുത്രന് ഹോശന എന്ന് പറഞ്ഞ് പാടുമ്പോൾ നിനക്കും ഒരു മാന്യത അതിലൂടെ ലഭിക്കും. റെഡി ആയിക്കോ. യെസ്. പുറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കിയേ. ഈ കർത്താവിനെ സേവിക്കാൻ ഇറങ്ങി തിരിച്ചതുമായിട്ട് ബന്ധപ്പെട്ടുള്ള നന്മകൾ മാത്രമല്ല ഉള്ളൂ നമുക്ക് പറയാനുള്ളത്. അങ്ങനെ ലഭിച്ച അനുഗ്രഹങ്ങൾ മാത്രമല്ല ഉള്ളൂ നമുക്ക് പറയാനായിട്ടുള്ളത്. യെസ്. അങ്ങനെയാണെങ്കിൽ ഇതുവരെ ദൈവം നടത്തിയത് അതിശയകരമായിട്ടാണോ? ഇതുവരെ ദൈവം നടത്തിയത് ശ്രേഷ്ഠകരമായിട്ടാണോ? അങ്ങനെയാണെങ്കിൽ ഇനിയും കർത്താവ് നടത്തും. ഈ കർത്താവിൽ ആശ്രയിച്ചാൽ മാത്രം മതി. ഈ കർത്താവിനെ വിശ്വസിച്ചാൽ മാത്രം മതി. നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹപ്രദമായ ഈ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ ഈ ദൈവം ശക്തനാണ്. ഈ ദൈവം വിശ്വസ്തനാണ്. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, വളരെ പവർഫുള്ളായിട്ടുള്ളൊരു സന്ദേശം ചുരുങ്ങിയ സമയം കൊണ്ടങ്ങൾ ഞങ്ങളെ കേൾപ്പിച്ചതിനായിട്ട് സ്തോത്രം. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ മേലും ഭയങ്കരമായൊരു ദൈവിക നിയോഗം വെളിപ്പെടട്ടെ, ദൈവിക നീതി വെളിപ്പെടട്ടെ. മഹത്വം അവിടുന്ന് എടുക്കണം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.